റസൂൽ പൂക്കുട്ടി സജനേനെ പുറത്തേക്ക് വിടുന്നതും കൊണ്ടുപോകുന്ന റസൂൽ പൂക്കുട്ടിയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ദുബായിൽ നിന്ന് ഒരിക്കൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് റസൂൽ പൂക്കുട്ടി സജനയുടെ കയ്യിൽ എന്താ കൊടുത്തുവിട്ടെ? അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു. എന്തെന്ന് അത് എനിക്ക് വന്നതാണ് ഈ കോള്, ഞാൻ തിരിച്ച് വിളിച്ചത് എൻ്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ, അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചേക്കുന്നത് തേങ്ങര അരി നീ ജന്മത്തിൽ നീ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ സജിനയുടെ പിന്നെ ദിയസനയുടെ വീഡിയോ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാര്യം ഒരുപാട് കാര്യങ്ങൾ ദിയസന വന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ലൈവിലൂടെയും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ നാദ്ര നിങ്ങൾക്കൊക്കെ അറിയാമോ, ബിഗ് ബോസിലുണ്ടായിരുന്നെ നാദ്ര, എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. അവർ നല്ലൊരു സംസാര രീതിയും ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇതൊക്കെ ആയിരുന്നു പറയുന്നത്. അപ്പോൾ ഈ നാദ്ര എനിക്കത് കേരളം ന്യൂസോ അങ്ങനെയാണ് പറഞ്ഞൊരു ഇതാണ്. ഇവരുടെ സ്വന്തം ചാനലാണോ എന്ന് എനിക്കറിയത്തില്ല, ഇനി അത് വേറെ ഏതെങ്കിലും ചാനൽ വർക്ക് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് കാണുന്നത് നാദ്രയുടെ. അപ്പം നാദ്ര അതിനകത്ത് കുറേ കാര്യങ്ങൾ ഈ സജിനായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നാദ്ര പറയുന്ന കുറേ കാര്യങ്ങളിൽ കുറേ സത്യങ്ങളും ഉണ്ട്. ഈ സജിനയുടെ കാര്യങ്ങൾ ഒരുപാട് ദിയാസന പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനും ആദ്യം മുതലേ പറയാറുണ്ടായിരുന്നു, ഈ ദിയാസനെ പറ്റി ഇതുപോലെ മോശമായിട്ട് ഈ സജിന പറയുന്നത് ഒരു തെളിവുമില്ലാതാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവരെ പറ്റി ഒരു തെളിവ് നിരത്തിയിട്ടല്ല പറയുന്നത്. പക്ഷേ ഇവരെ പറ്റി ഇവരെല്ലാം കൊണ്ടുവന്നത് തെളിവോടുകൂടിയാണ് കൊണ്ടുവന്നത്. ഫിറോസ് കൊണ്ടുവന്നതും പിന്നെ ദിയാസന കൊണ്ടുവന്നതും പിന്നെ ഇവർ കൂടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവരുമൊക്കെ കൊണ്ടുവന്നത് എല്ലാം തെളിവോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സജിനയ്ക്ക് മാത്രം തെളിവൊന്നും കയ്യിലില്ലായിരുന്നു. എന്നിട്ട് അവർ വന്നിച്ച് ഒരുപാട് തവണ അത് എനിക്കും തോന്നിയിട്ടുണ്ട്, ഈ റസൂൽ പൂക്കുട്ടിയുടെയും സജിനയുടെയും വിഷയം ഈ ഓഡിയൻസിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ ദിയാസനയുടെ പേരിൽ ഇങ്ങനൊരു കുറ്റം ആരോപിച്ചേക്കുന്നത്. അപ്പം അതെന്ന് പറയുമ്പോൾ ദിയാസന എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി കൂടെ ഒന്നും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. പൊതുവേ അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. എനിക്ക് ഇവർ പല കാര്യങ്ങളോടും എനിക്ക് എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളോടൊക്കെ ഇവർ ഞാൻ അനുകൂലിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് ആൾക്കാർ എതിർപ്പുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മൊത്തം അത് കത്തി കയറുമെന്നറിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം കൊണ്ടുവന്ന് ഇവരുടെ തലയിലോട്ട് ഏൽപ്പിച്ചതും അവരെ ടെസ്റ്റ് ചെയ്യണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്നതെല്ലാം കാര്യങ്ങളാണ് അവർ കിടന്ന് കാണിച്ചിട്ടുള്ളതെന്നറിയോ. എന്നല്ല ഇന്നലെ ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ ദിയാസന പറയുന്നുണ്ട്. നമുക്കത് കേട്ടതിന് ശേഷം ബാക്കി പറയാം. റസൂൽ പൂക്കുട്ടിയുടെയും സജനയുടെയും അവിഹിതവും റസൂൽ പൂക്കുട്ടിയും സജനയും കാണിച്ചു വെച്ചിരിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റികൾ. റസൂൽ പൂക്കുട്ടി സജനേനെ പുറത്തേക്ക് വിടുന്നതും കൊണ്ടുപോകുന്ന റസൂൽ പൂക്കുട്ടിയാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തത് ദുബായിൽ നിന്ന് ഒരിക്കൽ വരാൻ വേണ്ടിയിട്ട്. അന്ന് റസൂൽ പൂക്കുട്ടി സജനയുടെ കയ്യിൽ എന്താ കൊടുത്തുവിട്ടെ? എനിക്ക് ഇൻഫർമേഷൻ കിട്ടി, എല്ലാ പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയത് ഇൻഫർമേഷൻ. ഇവിടെ ഏതോ ഒരു പെണ്ണ് വന്ന് നിന്നിട്ട് വിഷയം പറഞ്ഞു പറഞ്ഞു സജനയ്ക്കെതിരെ. ആ പെണ്ണ് പ്രശ്നമാണെങ്കിൽ ആ പെണ്ണിനെതിരെ കേസ് ഉണ്ടാവട്ടെ, പക്ഷെ ആ പെണ്ണിന്റെ കൂടെയാണ് അവൾ നിന്നത്. ഇനി അവൾ ഗോൾഡ് കരിയർ ആയെന്ന് പറഞ്ഞാലും അവൾ മറ്റതാണെന്ന് പറഞ്ഞാലും അവൾ മറിച്ചതാണെന്ന് പറഞ്ഞാലും ഇവള് പറഞ്ഞായിരുന്നല്ലോ ഇന്റർവ്യൂവിൽ വന്നിരുന്നു, ഇവളും അതിന്റെ പാർട്ടാണ്, ഇവളും അതിന്റെ പ്രതിഫലം പറ്റിയിട്ടുണ്ട് സജന. അതിന്റെ പ്രൂഫ് ഉണ്ട്. സജിന അവിടെ നിന്ന് അയക്കുന്ന വോയിസ് മെസ്സേജ്, മോളെ പേടിയാണ് മക്കളെ, എന്നാലും ഞാനിത് കൊണ്ടുവരികയാണേ എന്ന് പറയുന്നതിന്റെ പ്രൂഫ് ഉണ്ട്. സജിന സ്വർണ്ണക്കടത്ത് നടത്തിയതിന്റെ പ്രൂഫ് ഉണ്ട്. ഇന്ന് കമ്മീഷൻ ഓഫീസിലെ എല്ലാ സാധനങ്ങളാണ് വെച്ചത് ഞാൻ, മനസ്സിലായോ? കൊണ്ടുവന്ന റസൂൽ പൂക്കുട്ടിയും സജന നൂറും കൂടെ ഒരുമിച്ച് പോയി ഫിറോസ് ഖാനെതിരെ ഒരു കേസ് കൊടുക്കുന്നു. സജന നൂർ ഒറ്റയ്ക്ക് പോയിട്ട് ദിയാസന, ആൻമരിയ, വീണ നായർക്കെതിരെ കേസ് കൊടുക്കുന്നു. ഹലോ എക്സ്ക്യൂസ് മീ, സജന നൂർ ാണ് ഇവർ പറയുന്നൊരു കാര്യം. ഇവരെ തെളിവുണ്ടെന്നുമാണ് പറയുന്നത്. ചിലപ്പോൾ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവർ ഇത്ര സ്ട്രോങ് ആയിട്ട് വന്ന് പറയുന്നത്. ഇവർ ഒരുപാട് ഇങ്ങനെ പതുങ്ങി നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാനും വിചാരിച്ചിട്ട് ഇനി ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുള്ളത് കൊണ്ടാണോ ഇവർ ഈ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ഇവർ ഈ ഒരു ക്യാരക്ടറാണ് എനിക്കറിയാവുന്ന ദിയാസന എന്ന് പറഞ്ഞത്. ഇപ്പം ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരാൾ പ്രശ്നം കൊണ്ട് വന്നാൽ തിരിച്ച് അവരോട് ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ദിയാസന എന്ന് പറഞ്ഞത്. അപ്പം ഇത് പറയുന്ന ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോയ്ക്ക് എത്ര പറഞ്ഞായിരുന്നു, നമ്മുടെ ഷെബിന ബിബിയുടെ ഒരു ചാനൽ അത്ര കേട്ടതാണ്. ഈ പോയിട്ട് വരുന്നവരൊക്കെ എന്നതൊക്കെയാണ് കാണിക്കുന്നതെന്നും എന്നതൊക്കെയാണ് ഇവർ പോകുന്നതെന്നും ഒക്കെയുള്ളൊരു ഒരുപാട് വോയിസ് പുറത്തു വന്നതാണ്. അപ്പം ഈ ഇങ്ങനെ പോകുന്നവർ ഇതെന്നാത്തിന് പോകുന്നതെന്ന് ഒന്നും കൂടെ അന്വേഷിക്കുക. ഈ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. ഇവർക്കൊക്കെ പോകാനും വിസ കിട്ടുന്നുണ്ട്, തിരിച്ചു വരാനും ഇവർക്ക് പറ്റുന്നുണ്ട്, എല്ലാം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറേ ബിഗ് ബോസിൽ പോയെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ സെലിബ്രിറ്റികൾ വന്നു, പിന്നെ ഏതെങ്കിലും ഒരു സീരിയലോ സിനിമയൊക്കെ അഭിനയിച്ചൊന്ന് മുഖം കാണിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഇങ്ങനെ പോക്കാണ്. ഭയങ്കര ഇതായിട്ടാണ് ഈ പറച്ചിലും പോക്കും ഒക്കെ കണ്ടാൽ. പക്ഷേ ഇതുപോലൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവരൊക്കെ എന്നത്തിന് പോയിരുന്നു, എന്നതായിരുന്നു അവിടെ പരിപാടിയെന്നും എന്നതൊക്കെയാണ് അവിടെ നിന്ന് കാണിച്ചു കൂട്ടിച്ച് വരുന്നതെന്നും ഉള്ളതൊക്കെ നമ്മൾ അറിയുന്നത്. ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഈ ഒന്നിച്ച് പെട്ടെന്ന് പൊട്ടിത്തെറിക്കണം, അപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ഇവരെടുത്ത് ഇടുന്ന ഓർത്തുകൊണ്ടായിരിക്കാം ഇവരെ ഇങ്ങനെ ഒരു കാര്യത്തിൽ കൊണ്ടുവന്ന് കുടുക്കിയേക്കുന്നത്. പക്ഷെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ചിലതൊക്കെ എനിക്ക് ഭയങ്കര ജെനുവിനായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ വീഡിയോ എടുത്തത്. കാര്യം എന്ന് വെച്ചാൽ ഞാനും ഒരു നിമിഷം സംശയിച്ചു. കാര്യം ഈ സജന വന്ന് ഇതുപോലെ അങ്ങ് പറയുന്നത് ഏത് വീഡിയോ എടുത്താലും വന്ന് അവരെ ടെസ്റ്റ് ചെയ്യുക, അവരെ പിടിക്കുക, ഞാനും വരാം, ഞാൻ ഇത് തന്നെ കേൾക്കാനുള്ളൂ. അപ്പോൾ ഈ എപ്പോഴും വന്ന് ഒരേപോലെ മറ്റേ ദൃശ്യം സിനിമയിൽ കാണുന്ന മാതിരി എപ്പോഴും വന്ന് ഒരേ രീതിക്ക് തന്നെയാണ് പറയുന്നത്. പറഞ്ഞ് കാണാപ്പടം പഠിച്ചു വെച്ചിരിക്കുന്ന മാതിരിയാണ് വന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എപ്പോഴും തന്നെ ഒന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യങ്ങൾ കാണുമോ എന്നൊന്ന് സംശയിച്ചു. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ കേൾക്കാം. വാട്സപ്പിന്റെ ഒരു ഓപ്പൺ സ്പേസിനെ എടുത്തപ്പോഴത്തേക്കും അതിനകത്താണ് സജനയുടെ രണ്ടാമത്തെ നമ്പർ. ഞാൻ കമ്മീഷൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് കമ്മീഷണർക്ക് അറിയാം ഞാൻ അത് എപ്പോഴാണ് അങ്ങനെ ഒരു കോൾ വരുന്നത്. അതായത് സജനയുടെ ഒഫീഷ്യൽ നമ്പർ വേറെയും സജനയുടെ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പർ വേറെയാണ്. അപ്പോൾ വാട്സപ്പിനകത്ത് കിടക്കുന്ന നമ്പറാണ് വാട്സപ്പിനകത്തൂടെ കയറാൻ പറ്റുന്നത്. കാരണം അത് മെയിൻ ഇതിനകത്ത് കിടക്കുന്നില്ല, എനിക്ക് വാട്സപ്പിൽ മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഇവളെ ഞാൻ
ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇന്നലെ സൺഡേ എൻ്റെ ഫോൺ അൺബ്ലോക്ക്ഡ് ആയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോൺ. പല നമ്പറുകളും ബ്ലോക്കും അൺബ്ലോക്കും എങ്ങനെ ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അൺബ്ലോക്ക്ഡ് സൺഡേ ആയിട്ടുണ്ട് എൻ്റെ ഫോണിൽ. അതിൻ്റെ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ എനിക്കറിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിനകത്ത് ഞാൻ കുറേ പേര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വാട്സപ്പിലൊക്കെ. പക്ഷേ എൻ്റെ ഫോൺ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതൊന്നും അൺബ്ലോക്ക് ആയിട്ടില്ലായിരുന്നു. എല്ലാം ബ്ലോക്ക് ആയിട്ട് എനിക്കറിയില്ല. ഇനി അങ്ങനെ ആരുടെയൊക്കെ ഫോണിൽ അങ്ങനെ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഫോണിൽ അത് ബ്ലോക്കായി തന്നെയായിരുന്നു കിടന്നത്. ഞാൻ ഇന്ന് അവരുടെ നമ്പർ വാട്സപ്പിൽ നിന്ന് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ട് കമ്മീഷണറുടെ മുമ്പിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടി പോകുമ്പോൾ വീഡിയോ കോൾ ഓപ്പൺ ആയി പോവുക എൻ്റെ കൈ തട്ടിയിട്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലി ആയിരുന്നു ആ സ്ഥലത്തിരുന്നത്. അപ്പോൾ തന്നെ ഞാനത് കട്ട് ചെയ്തു. അപ്പോഴേ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് 2:30 മണിയായപ്പോഴത്തേക്കും ഇവളുടെ ഒരു വീഡിയോ കോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്തതല്ല. അവളാണ് വന്നിരുന്നിട്ട് മറ്റേ തട്ടിയും കലവും ആകുമ്പോൾ പൊട്ടിയും തട്ടിയൊക്കെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്. ഒരു രീതിയിലും വന്നിരുന്നിട്ട് ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറയുന്നത് ഇനി അത് അവൾ അതിനെ വലിയ രീതിയിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ അത് റസൂൽ പൂക്കുട്ടിയുടെ അവിഹിതം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാണ്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പ്രൂഫുകളുണ്ട്. അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ കിടക്കട്ടെ. അവളെടുത്ത് സ്റ്റോറി വെച്ചിരിക്കുന്നു. എന്തെന്ന് അത് എനിക്ക് വന്നതാണ് ഈ കോള്. ഞാൻ തിരിച്ച് വിളിച്ചത് എൻ്റെ കൈ തട്ടി അറിയാതെ പോയതാണ് കേട്ടോ. അപ്പം കോംപ്രമൈസ് ചെയ്ത് ഞാൻ വിളിച്ചേക്കുന്നത്. തേങ്ങേര അരി നീ ജന്മത്തിൽ നീ മുക്കളിയിൽ തൂറൂല മോളെ. പുറകെ നടന്ന് തുരത്തി വരും ഞാനങ്ങനെ. ജന്മത്തിൽ നീ മൂട്ടിൽ ഒതുങ്ങിയിരിക്കൂല. നിന്റെ റസൂൽ പൂക്കുട്ടിയും നീയും ചില്ല ഓട്ടോ എന്നല്ല ഓടാൻ പോകുന്നത്. അമ്മാതിരി ഓട്ടോ ഓടും. ഞാൻ പെണ്ണാണെന്നുണ്ടെങ്കിൽ ഓടും. ഇല്ലെന്നുണ്ടെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ വരുമോ? സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴത്തേക്ക് എനിക്കറിയില്ല, ഇവർ പറയുന്നതാണ്. പക്ഷെ ആ ഒരു പോസ്റ്റ് ചെയ്യാനും കണ്ടായിരുന്നു. 2 പേരും ഇട്ടിട്ടുണ്ടായിരുന്നു. സജിന ഇട്ടിട്ടുണ്ടായിരുന്നു, ദേശന ഇട്ടിട്ടുണ്ടായിരുന്നു. തിരിച്ച് അങ്ങോട്ടും കോൾ വന്നത്. അപ്പോൾ ദേശന പറയുന്നുണ്ട്, അല്ല സജിന പറയുന്നുണ്ട്, അത് അറിയാതെ അങ്ങോട്ട് എൻ്റെ കൈതട്ടിപ്പോയ കോളാണ്. അപ്പം ദേശനയും പറഞ്ഞു എൻ്റെ അറിയാതെ കൈതട്ടിപ്പോയ കോളാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാന്ന് മനസ്സിലായി. ചില സമയത്ത് ഇവരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഓർക്കും സജിനയുടെ ഇട്ട ആ കാര്യം പറഞ്ഞ് ശരിയാണ്, ചട്ടിയും കലമൊക്കെ ആണെങ്കിൽ തട്ടിമുട്ടി ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു. എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരിതെല്ലാം സ്റ്റോറിയാണ് ഇടുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റവരിടുക ഡിലീറ്റ് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി. അവരോട് അവർ പറയുന്ന ഒരു കാര്യങ്ങളും നമുക്കൊരു വിശ്വാസമില്ലായിരിക്കും വന്നു കേട്ടോ, ഭയങ്കരമായിട്ടും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയം ഉണ്ടെന്നിട്ടുണ്ട്. കാര്യം അതുപോലുള്ള അടിവർ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നത്. അവർ പറയുന്നത് എന്നാന്ന് അവർക്ക് പോലും അറിയാത്ത രീതി അവരിരുന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് നാദറയ്ക്ക് കൊടുത്ത് അവർ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാമേ. ഒക്കെ ത്രട്ടണിങ് പുറകിലുണ്ട് എന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. സൈബറുടെ മാത്രമല്ല എനിക്ക് പൊതുവിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ഒരു കുട്ടി ഇപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഡെയിലി വെല്ലുവിളിക്കുകയാണ്. ഇവരെനിക്കെതിരെ ഒരു ഡ്രഗ് അലിഗേഷൻ ആരോപണം നടത്തിയിട്ട് ഇവർ വെല്ലുവിളിക്കുകയാണ്. നീ തെളിയിക്ക്. അപ്പോൾ സോഷ്യൽ സ്പേസിലെ കുറച്ച് ആളുകൾ വന്നിട്ട് നീ തെളിയിക്ക്. ഇത് ഞാൻ ആർക്കാണ് തെളിയിക്കേണ്ടത്? എനിക്കെതിരെ ഒരു കേസുണ്ടോ? സജിൻ ആർക്കെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? എനിക്കെതിരെ വല്ല തെളിവുകളുണ്ടോ? ഒരാളിൻ്റെ മേൽ അങ്ങനെ ഒരു ആരോപണം നടത്തുമ്പോൾ ഈ പൊതുസമൂഹത്തിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഞാൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒരാളാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും? അങ്ങനെ ഒരു തമ്മിൽ വന്ന് ഞാൻ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും? അപ്പോൾ ഞാനെന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഫാക്റ്റാണ്. ഇന്നെ തകർക്കണം, എൻ്റെ കുടുംബത്തെ തകർക്കണം, അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയരുത്, ഞാൻ പുറത്തേക്ക് വരരുത്, എന്നെ തീർക്കണം. ഈ ഇൻറ്റൻഷൻ ഇവരുടെ ഈ ഒരു ടീമിനുണ്ടായി. മാത്രമല്ല ഇതുണ്ടാവാനുണ്ടായ സാഹചര്യം ഇവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങൾ ഡിസ്കസ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് പോകുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവുന്നു. അതിനെ മറയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു ഇല്ലീഗൽ ഡ്രഗ് അലിഗേഷൻ ഉണ്ടാവണം. അത് തന്നെയാണ് അവരുടെ അജണ്ട. ആ പറഞ്ഞ ശരിയായിരിക്കാം. കാര്യം പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തേക്ക് വന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് എനിക്കൊന്ന് മറുനാടൻ മലയാളിക്ക് ആണെന്ന് തോന്നുന്നു സജിന കൊടുത്തത്. അങ്ങനെ ഒരു ന്യൂസ് ഇവർ അവിടെ ചെന്നെന്നും ഇവരുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നെന്നും അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ സജിനയാണ് ഇട്ടത്. അത് കേട്ടപ്പോൾ ഞാനും ഒന്ന് പെട്ടെന്ന് ഇതായിക്കോട്ടെ, ഇവരിങ്ങനെയൊക്കെ കാണിക്കുമോ എന്നൊരു ഇതായിപ്പോയി. അപ്പം ഇവർക്ക് ഈ ഓരോ കാര്യങ്ങളും ഇവർ ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് അവർ സ്റ്റെക്കായി പോകും. സ്വാഭാവികം. നമ്മളാണെങ്കിലും അതെ, നമുക്കെതിരെ ഒരു ചെയ്യാത്ത കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് പബ്ലിക്കിലേക്കാണ് വരുന്നത്, സോഷ്യൽ മീഡിയയിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഇതായി പോകും. ഇതെന്നാണ് സംഭവം എന്ന് ഓർത്ത്. അപ്പം ഇതിനകത്ത് ഇച്ചിരി മര്യാദയ്ക്കൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഒരു ഇൻ്റർവ്യൂ അല്ലേ, അതുകൊണ്ടായിരിക്കും ഇച്ചിരി മര്യാദയ്ക്കൊക്കെ ഇരുന്നാണ് സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ ശരിക്കും എനിക്ക് അത്രമാത്രം ബുള്ളിങ് സഹിക്കവേ ഞാൻ പോയി കേട്ടോ. ഞാൻ ശരിക്കും ലാബുകളിലും ഹോസ്പിറ്റലുകളൊക്കെ അന്വേഷിച്ചു. ഇതിനകത്ത് യൂറിൻ ടെസ്റ്റ് മാത്രമാണ് ഞാൻ അതിനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല ഇതുവരെയും. ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പം നമ്മളാൽ കഴിയുന്ന സാധനം ഇതാണ്. ഇനിയും ജനങ്ങൾക്ക് ദിയാസനയെ അല്ലെന്നുണ്ടെങ്കിൽ ആരെയോ ഞാൻ ഇതുവരെയും അവർക്കെതിരെ അത്തരത്തിലൊരു അലിഗേഷൻ ഉണ്ടാക്കില്ല. വേറെ ആളുകൾ വന്നാണ് അവർക്കെതിരെ പറയുന്നത്. അവർക്കെതിരെ ഒരുപാട് പ്രൂഫുകൾ എൻ്റെ കയ്യിലുണ്ട് ശരിക്കും. പക്ഷേ അപ്പോൾ പോലും നിയമപരമായിട്ട് പരാതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നത് കോടതിക്കോ അല്ലെങ്കിൽ പോലീസിനോ മാത്രമാണ്. അതായത് മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ടെസ്റ്റുകളുടെ ഭാഗമായിട്ടോ പോലീസിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടോ സജിന വിഷയത്തിൽ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കോ അല്ലെങ്കിൽ കോടതി നോട്ടീസോ ഇല്ല. കാരണം അവരുടെ കയ്യിൽ പ്രൂഫും ഇല്ല. അവർ അത്തരത്തിലൊരു അലിഗേഷൻ മാത്രമാണ് ഉന്നയിച്ചത്. അവർ ഇന്റൻഷ്യലി അവർ കോഴ്സ് അവർ നടത്തി. അവിടെ മറ്റൊരു സംശയം കൂടിയുണ്ട്. നാളെ തെളിയിക്കപ്പെട്ട് സജിന അല്ലെങ്കിൽ സജിന പറഞ്ഞ ആരോപണത്തിൽ ദിയാസന അത് ഉപയോഗിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞാൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള മാനസിക സംഘർഷമോ ബുദ്ധിമുട്ടുകളോ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ കേൾക്കുന്നു, നമ്മൾ ഇത് അനുഭവിക്കുന്നു, നമ്മൾ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മളെ കുടുംബത്തിനും റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടി വന്ന് നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്കെതിരെ വരുന്ന ഈ അലിഗേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ രാഷ്ട്രീയം പറയുമ്പോൾ
നാദരി അവസാനം ചോദിക്കുന്ന കാര്യം കറക്റ്റാണ് കേട്ടോ. ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഇവർ ഒരുപാട് പേര് ലൈവിലൊക്കെ വന്നാലും ഒത്തിരി ഇതായിട്ട് ചോദിക്കുന്നുണ്ട്. ടെസ്റ്റ് നടത്തി അവർ പറഞ്ഞിട്ട് ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ഓരോ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ ഓരോ നിയമ നടപടികളൊക്കെ ഉണ്ട്. ചുമ്മാ അങ്ങോട്ട് ഓടി ചെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെയാണ് ഇവർ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാതെ തൊപ്പിയുടെ കൂടെ കൊണ്ടുവരുന്ന പറയുന്നത് ബ്ലഡ് എടുക്കുക, ഞങ്ങളുടെ മുടി എടുക്കുക, വന്ന് രമേശ് ചെന്നിത്തല സാറേ ഓടി വായോ എടുത്തോ എന്ന് പറഞ്ഞിരിക്കുന്ന മാതിരി അങ്ങനെയൊന്നും ആരും വന്ന് എടുക്കത്തൊന്നുമില്ല. അപ്പം അതിന് നിയമ നടപടികളൊക്കെ ഇവർ എടുത്ത് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നാദര ചോദിക്കുന്ന അവസാനത്തെ ചോദ്യം, ശരിയല്ലേ ഇവർ ഇനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെ ഇത്രയും നാൾ ഈ പറഞ്ഞ വേണ്ടാതിനങ്ങൾ പറഞ്ഞതും ഇവരെ ഇത്രയും മോശമാക്കിയതും ഇവരെ ഒരുപാട് കമൻറ്റിലൂടെയാണെങ്കിലും എല്ലാം ഇവർ ഒരുപാട് വേണ്ടാതിനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവരെ എല്ലാ കാര്യങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഇവർ ഓരോന്ന് പറഞ്ഞേക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഒരുപാട് മോശക്കാരിയാക്കുകയും ഒരുപാട് അധിക്ഷേപിക്കുകയും അവരൊരുപാട് അനുഭവിക്കുകയും ചെയ്തില്ലേ. അവർ ആ ഒരു പ്രശ്നം ഇങ്ങനെ വന്ന ഉടനെ തന്നെ അവർ പറഞ്ഞു അവർ വല്ലാതെ മൂഡ് ഓഫ് ആയി പോയിരുന്നു എന്ന് പറഞ്ഞു. അവർക്കൊന്നും മിണ്ടാൻ മേലാത്ത പോലെ ചെറുതായി പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ നടന്നതാണ്. സജിനയുടെ ഓരോ കാര്യങ്ങൾക്കും റസൽ പൂക്കുറ്റിയായിട്ടുള്ള പല കാര്യങ്ങൾക്കും സജിനയുടെ കൂടെ നടന്ന് സജിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. കാര്യം സജിന സൂയിസൈഡ് ചെയ്യാൻ പോകുന്നപ്പോഴത്തേക്ക് അത് വേണ്ട, നമ്മൾ ഓടിച്ചെന്ന് അവിടെ നിന്ന് രക്ഷിക്കുക, ഓരോ കാര്യങ്ങളും പറയുക, അങ്ങനെ ഓരോന്നിനും കൂടെ നിന്നതാണ്. നിന്നേച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു. അത് ഇവർ പറയുന്ന പോലെ ഇവരുടെ കയ്യിൽ ഒരുപാട് തെളിവുകൾ ഇനിയും ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ എപ്പോഴും പറയുന്നുണ്ട് ഇവർ എൻ്റെ ഇനി ഒരുപാട് തെളിവുകളുണ്ട്. കാര്യം റസൽ പൂക്കുറ്റിയുടെ വേറെ ബന്ധങ്ങളുടെ കഥ ഇവരയിലുണ്ടെന്നാണ് പറയുന്നത്. സജിനയുടെ വേറെ ബന്ധങ്ങളുടെ കഥയുണ്ട്. അതുപോലെ ഗർഭത്തെ പറ്റിയൊക്കെ ഇവർ പറയുന്നുണ്ട്. ആരുടെയാണെന്നും എന്നാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇവരുടെ കയ്യിലുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും സജിന ഈ ഒരു കളി കളിക്കുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. ഒഴിഞ്ഞു പോയി ഇവർക്ക് നോട്ടീസ് അയച്ചിട്ട് കൈപ്പറ്റിയിട്ടില്ല. ആ ഡ്രസ്സാണ് ഞങ്ങൾക്ക് അറിയുന്നത്. ആ നോട്ടീസ് കൈപ്പറ്റിയില്ല. ഇവരിപ്പോൾ ഒളിച്ച് മാറിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വീണ്ടും നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്, നീ തെളിയിക്കുക. ഇത് ആർക്കും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമൊന്നുമല്ല. ഇവിടെ കേസ്, നിയമം, കൂട്ടം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി വിടുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് പഴുതുണ്ടാവും. ഇന്നത്തെ കൃത്യമായിട്ട് ഒരു നടപടി എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേസ് ഉണ്ടായാൽ മാത്രമേ ഈ സാധനത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു കാര്യവുമില്ല. ഞാൻ അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടും ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്കിത് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇവരിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വന്നിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം സോഷ്യൽ മീഡിയയിലാണ് വന്നത്. ഇവരെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവിടെ നിന്ന് പറയല്ല. കാര്യം എന്തെങ്കിലും ഒരു തെളിവ് ഇതായി കഴിഞ്ഞാൽ ഇവർ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ പിടിക്കപ്പെട്ടാൽ എന്നാലും സോഷ്യൽ മീഡിയ എല്ലാവരും അറിയാതിരിക്കത്തില്ല, എല്ലാവരും അറിയും. പക്ഷേ ഇവർ വീണ്ടും വന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്ന് പറയുന്നു. ഒരാളെ മോശക്കാരിയാക്കാനായിട്ട് അല്ലെങ്കിൽ ഒരാളെ അടിച്ച് അവരെ മാനസികമായിട്ട് തകർത്ത് അവരെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അവരൊരു മോശമായിട്ടൊരു വ്യക്തിയാണെന്ന് പറഞ്ഞുണ്ടാക്കുക, അല്ലെങ്കിൽ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ചെന്ന് പെടുത്തുക. അങ്ങനെയൊക്കെ പെട്ട് കഴിയുമ്പോൾ സമൂഹത്തിൽ ഇവരെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. ആൾക്കാർ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ, സത്യമാണോ, സജിന പറഞ്ഞില്ലേ, നിങ്ങൾ അങ്ങനെ കാണിച്ചത് പറഞ്ഞില്ലേ, ഇങ്ങനെ കാണിച്ചത്, ഇങ്ങനെയൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരിക്കും തോറും ഇവർ മാനസികമായിട്ട് ഇതാകത്തേ ഉള്ളൂ. ആ കൂടെ മറ്റേ കഥകളൊക്കെ ഇങ്ങനെ അടിത്തട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും എന്ന് പറയാൻ കാര്യം സജിന റസൽ പൂക്കുറ്റിയുടെ വിഷയം തീ പോലെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം വന്ന് സജിന പറയുന്നത്. സജിന വന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ കഥ നേരെ തിരിഞ്ഞു മാറി. റസൽ പൂക്കുറ്റി എന്നുള്ള ഒരാളെ പിന്നെ സോഷ്യൽ മീഡിയയിൽ മാറി നിന്ന് പിന്നെ മൊത്തം ഈ ദിയാസന മാത്രമാണ് ഉണ്ടായിരുന്നത്. ദിയാസന പറ്റി സജിന പറഞ്ഞ വെളിപ്പെടുത്തലുകൾ, മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന ദിയാസന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അന്നേരം വന്നുകൊണ്ടിരുന്നത്. അത് മാത്രമേ ഉള്ളായിരുന്നു, അത് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിഷയം അവിടെ അങ്ങ് ഇച്ചിരി ഒന്ന് കെട്ടടങ്ങി. പിന്നെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഫിറോസിൻ്റെ ആ ഒരു പെങ്കൊച്ചിൻ്റെ വോയിസ്. ഈ രണ്ട് സംഭവവും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഇത് രണ്ട് നിയമപരമായിട്ട് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇത് രണ്ടും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വന്നപ്പം സജിന ഒന്നിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജീവിതവും എൻ്റെ അവിഹിതവും അല്ലെങ്കിൽ ഞാൻ ആരുടെ കൂടെ പോയി ഞാൻ ആരുടെ കൊച്ചിനെ പ്രസവിക്കുന്നു ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഈ കേസിൻ്റെ പുറകെ പോകാമെന്ന് സജിന പലപ്പോഴും വന്ന് പറഞ്ഞിട്ടുണ്ട്. സജിന പലപ്പോഴും വന്ന് പറഞ്ഞ് മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരൊരു പൊട്ടിയും കൂടെയാണ്. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് തന്നെ തിരിച്ച് പണിയായിട്ട് വരികയും ചെയ്യും. ഇനി അത് നാദര പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നാദര പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആ വോയിസ് ഞാനും കേട്ടതാണ്, ആ വോയിസ് എൻ്റെ കയ്യിൽ വന്നതുമാണ്. അപ്പോൾ ആ ഒരു വോയിസിനകത്ത് ആ ഒരു പെങ്കൊച്ചിനോട് ഭയങ്കര സ്നേഹമായിട്ട് സോഫ്റ്റായിട്ട് നിന്ന് അതിനെക്കൊണ്ട് അങ്ങോട്ട് പറഞ്ഞ് മയക്കിയെടുത്താണ് അതിനെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതിൻ്റെ പേര് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. അതുപോലെ പറയുന്നുണ്ട് ഒരിക്കലും ഒരു വിഷയം വരത്തില്ല, ആരും അറിയത്തില്ല, ഞാൻ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിനക്ക് എന്നെ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് വന്നത്. ഈ സജിനയുടെ ഫോണിൽ കിടന്ന ഈ ഒരു വോയിസ് എങ്ങനെ ഇത് പുറത്തു പോയെന്നുള്ളതാണ് സജിന പറയേണ്ട ഒരു കാര്യം. സജിന അത് ആർക്കാണ് കൊടുത്തത്, അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? ഇനിയിപ്പോൾ ഈ ദിയാസനയ്ക്കാണെങ്കിൽ പോലും സജിനയ്ക്ക് ഇത് കൊടുക്കാൻ പാടില്ല. കാര്യം അവരത്രയ്ക്ക് വിശ്വസിച്ചാണ് കൊച്ചു ഓരോ കാര്യങ്ങൾ അവരോട് പറഞ്ഞത്. അതിനെപ്പറ്റി നാദര പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്.
വരുന്നത്. ഈ പറഞ്ഞത് ഒരു 2 മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു സജിന ഈ പറഞ്ഞ പോലെ ഫിറോസ് ഖാനെതിരെ ഒരു അലിഗേഷൻ പറയുകയാണ്. എന്ന് പറയുമ്പോൾ ഒരു പോക്സോ കേസ് 16 വയസ്സുള്ള പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് സജിന സോഷ്യൽ മീഡിയയുടെ പുറത്തേക്ക് ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ പോക്സോയിൽപ്പെട്ട പെൺകുട്ടിയും ഇല്ലെങ്കിൽ സജിന നടത്തിയിട്ടുള്ള സംഭാഷണം ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം എല്ലായിടത്തും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് സജിനയ്ക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സജിനയ്ക്ക് നമ്മുടെ ഈ സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിഷയം റിപ്പോർട്ട് ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനായിരുന്നു. അല്ലാതെ റെക്കോർഡ് ചെയ്തിട്ട് അത് മറ്റുള്ളവരെ കേൾപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി സജിന കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത് സജിനയുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് സജിന പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ഇത് പുറത്ത് പോകില്ല എന്ന് ഉറപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസവഞ്ചന കൂടി അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം സംസാരിച്ച ഒരു റെക്കോർഡ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കം വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പോക്സോ വിഷയമാണ്. എന്തുകൊണ്ട് സജിന ആ വിഷയം മനസ്സിലാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാത്രമല്ല ആ ക്രൈമിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എനിക്ക് ആ വിഷയം പലപ്പോഴും ഇവിടെ നമ്മൾ ഇതൊന്നും സിസ്റ്റം അത് ഏറ്റെടുത്തിട്ടില്ല എന്നൂടെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഒരു സിസ്റ്റം ഏറ്റെടുക്കാതെ പോയി? പ്രത്യേകിച്ച് വലിയൊരു ഗുരുതരമായ വിഷയമാണ് പോക്സോ വിഷയം എന്നുള്ളത്. ഇതേ കാര്യം തന്നെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഈ ഒരു വിഷയം വന്നപ്പോൾ പറഞ്ഞാണ്. ഈ ഒരു പ്രശ്നം ഇത്രയും ഒരു കാര്യം വന്നപ്പോൾ സജിന എന്തുകൊണ്ട് ആ കൊച്ചിന് വേണ്ടി മറ്റു കാര്യങ്ങൾ നിയമ നടപടിക്ക് മുന്നോട്ട് പോകാൻ പോയില്ല? നിങ്ങൾക്ക് ഇത് ഫിറോസിനെ കുറുക്കാനുള്ള ഒരു കുരുക്ക് മാത്രമായിരുന്നു. അല്ലാതെ നിങ്ങൾക്ക് ആ കൊച്ചിനോടുള്ള യാതൊരു ഒരു സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അതിനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുമോ അങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾക്ക് ആ കൊച്ചിനെ സോപ്പിട്ട് അതിൻ്റെ മനസ്സിലെ കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് ഒരു റെക്കോർഡ് ചെയ്തെടുക്കുക എന്നതേ ഉള്ളത്. അത് ഫിറോസിനെതിരെ പ്രയോഗിക്കുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ. നിങ്ങളതാണ് നിങ്ങളെ ഒരു ഇച്ചിരി പോലും വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. ഇച്ചിരി പോലും അത് ഏത് കാര്യം നോക്കിയാലും ഏത് കാര്യത്തിൽ നോക്കിയാലും നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ 100% നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയാണ്. കാര്യം കൂടെ കിടന്നവൻ്റെ വോയിസ് എടുത്ത് നാട്ടുകാർക്ക് ഇട്ട് കൊടുത്തു. അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് ആ കഥകളും പുറത്തോട്ട് എടുത്തിട്ട് കൊടുത്തു. അത്രയും കൂടെ നിൽക്കുന്ന ഒരുത്തനെ അവൻ്റെ വോയിസ് പുറത്തെടുത്തിട്ട് കൊടുക്കുക, പലർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ ഓരോന്നും നിങ്ങൾ കാണിച്ചു കൂട്ടിക്കുന്ന പല കോലങ്ങളും ഇവരെല്ലാം കൂടെ നടന്നയിച്ച് ഇവരെയൊക്കെ പറ്റി മോശമായിട്ട് പറയും. ഞാൻ നല്ലവള്, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പതിവ്രത പരിശുദ്ധ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ തന്നെ നമുക്ക് ആ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിനകത്ത് വോയിസ് ഉണ്ട്. സജിന പറയുന്നുണ്ട് 5 പേർ കൂടെ പോയെന്ന്. പുള്ളിക്കാരിയുടെ ലിസ്റ്റിൽ 9 ഉള്ളത്. എന്നിട്ട് ഈ 5 പേരുടെ കൂടെ പോയതിനാണ് പുള്ളിക്കാരിക്ക് സങ്കടം. അങ്ങനെ ഒരു വ്യക്തിയാണ്. അവർ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. അതുപോലുള്ള കാര്യങ്ങളാണ് അവർ ഒന്നിച്ച് പറയുന്നത്. ഇതിനകത്ത് നാദർ പറഞ്ഞാൽ ഭയങ്കര ഒരു തെറ്റാണ് സജിന ചെയ്തേക്കുന്നത്, ഭയങ്കര ഒരു തെറ്റ്. അതുപോലെ തന്നെ ആ ഒരു വോയിസ് ഫിറോസ് ചോദിക്കുന്നുണ്ട്, അത് മാറ്റ്, അതങ്ങനെ ഇടരുത്, അത് പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവള് പറയുന്നുണ്ടെങ്കിൽ അത് കേസ് കൊടുത്തു, അങ്ങനെ കൊടുത്തു, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞോളൂ അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അത് ഒതുക്കി തീർക്കാനായിട്ടുള്ള രീതിക്കായിരുന്നു അവളുടെ വർത്തമാനവും കാര്യങ്ങളും ഒക്കെ. ഇതാണ് പറഞ്ഞത്. ഈ പുള്ളിക്കാരി ഇവരുടെ കുറേ തോന്നിയാസങ്ങൾ മറയ്ക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് കാണിക്കുന്ന കോലങ്ങൾ മൊത്തം. പിന്നെ ഇവരുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ, ദിയാസനയുടെ സ്വഭാവം വെച്ചവർ എന്നതായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ മേല. പല ഇവരുടെ നാട്ടിൽ കേസ് കിട്ടുള്ളൂ, ഇനിയും പുറത്തോട്ട് വരും, അത്രയേ ഉള്ളൂ. പലതും കോഡുകൾ 2 ദിവസം മുമ്പേ സമൂഹ മാധ്യമങ്ങൾ വന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ ചോദിക്കും ഇരുന്ന് നമ്മളൊക്കെ നമുക്കൊന്ന് അതിന് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പരാതി കൊടുത്തു. എപ്പോഴാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിയ സമയത്ത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പരാതി കൊടുത്തതിന് പ്രകാരം CWCയുടെ ഭാഗത്ത് നിന്ന് ഈ വീഡിയോ റെക്കോർഡഡ് വീഡിയോ, അതായത് ഈ ലിങ്ക് ഇപ്പോൾ റിമൂവ് ചെയ്തു. അവർ വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് CWC പരിശോധിച്ച് അതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാവണമെന്നുള്ളത്. അത് ഒരു യൂട്യൂബ് ചാനലിൽ ഷഫീന ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് വ്ലോഗ്സ് ചാനലിനകത്ത് ആ സ്ത്രീയാണ് അത് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഉൾപ്പെടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പുള്ളി ചാനലാണ്. ഈ പറഞ്ഞൊരു കാര്യം ഞാൻ ഷെബീന ബിബിയുടെ ചാനലത്ത് അത് കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഷെബീന ബിബി ഇങ്ങനത്തെ ഒരു കാര്യം ഏറ്റെടുക്കുമോ എനിക്കറിയത്തില്ല. അവർക്ക് ഈ ലീഗലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരൊരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ ഒരു പ്രശ്നം വരും, അവരത് എന്തെങ്കിലും ചെയ്ത് അവർക്ക് ഇങ്ങനെ വരുമോ എന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ അതിനെപ്പറ്റി ഒന്നും അറിയാതിരുന്ന ഒരു വീഡിയോ ചെയ്യുന്ന വ്യക്തിയല്ല അവർ. ഏത് പ്രശ്നം വന്നാലും അതിൻ്റെ പോയിന്റ് ആയിട്ട് പറയാൻ അറിയാവുന്ന വ്യക്തികളാണ്. പിന്നെ ഇവരും അവരും കൂടെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ ചാനലത്തെ പക്ഷേ എനിക്കറിയില്ല കേട്ടോ, ഞാൻ കേട്ടില്ല, ഞാൻ ആ ചാനൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഉള്ളൂ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ അതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഇന്നും കണ്ടു. ഇൻസ്റ്റയിൽ ഞാൻ ഈ ഒരു വോയിസ് ഒരു ഐഡി കിടക്കുന്ന കണ്ടു. ആ വോയിസ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും കേട്ടോ. അത് ഇത്രയും ഒരു ചതി ആ കൊച്ചിനെ ചെയ്യേണ്ടായിരുന്നു, ഇത്രയും ചതി. അത് പ്രായമാകാത്ത ഒരു സമയത്ത് ആ കുഞ്ഞിനെ പറ്റിപ്പോയൊരു അബദ്ധമാണത്. അങ്ങനെ വെച്ച് നോക്കുകയെങ്കിൽ സജിന കാണിച്ചു കൂട്ടിയേക്കുന്ന വൃത്തികേടുകൾ എന്നതൊക്കെയാണ്. ഇത്രയും മുതുക്ക് ചെന്ന സമയത്ത് ആ കൊച്ച് 16-17 വയസ്സുള്ള സമയത്ത് നടന്നൊരു പ്രശ്നമാണത്. അതിനറിയാതെ പറ്റിപ്പോയൊരു തെറ്റ്. എന്നിട്ട് ഈ അത് കൊണ്ടുവരുന്നവരാ അതിനെ ഈ പക്ക ഫ്രോഡെന്ന് ഞാൻ പറയത്തുള്ളൂ. പെണ്ണുമ്പോൾ എനിക്ക് ആ ഒരു വോയിസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇവരോട് ഏറ്റവും കൂടുതൽ വെറുപ്പായി പോയത് കേട്ടോ. ആ ഒരു വോയിസ് ആ കൊച്ചിനോട് ഇവിടെ എന്ത് സ്നേഹത്തിനെ ചോദിച്ച് മനസ്സിലാക്കുന്നതെന്നറിയോ ഓരോ കാര്യങ്ങൾ. ഒന്നും പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ട്, ഒരു പ്രശ്നവും വരത്തില്ല, ഇത് ആരും അറിയത്തില്ല, നമുക്ക് നിയമപരമായിട്ട് പോകാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു സ്നേഹത്തോടു കൂടി ആ കൊച്ചിനോട് സംസാരിക്കണം. അതും അതിൻ്റെ പേരും എല്ലാം പുറത്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ പോലും ആരും ഇത് അറിയത്തില്ല എന്നും പറഞ്ഞിട്ടാണ് ആ കുഞ്ഞിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയേക്കുന്നത്. എന്നിട്ട് അവൾ വലിയ ന്യായം പറഞ്ഞുകൊണ്ട് വരുന്നു വോയിസ് പുറത്ത് പോയെന്ന്. ആ വോയിസ് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ചാനലിലൂടെ വന്നെന്ന് പറഞ്ഞാലും അതിന് യഥാർത്ഥ കുറ്റവാളി ഈ സജിന തന്നെയാണ്. സജിനയാണ് അതിനെ ശിക്ഷിക്കപ്പെടേണ്ടതല്ല. ആ ഒരു വോയിസ് അവരുടെ ഫോണിൽ നിന്ന് അവർ പുറത്ത് വിട്ടേനെ അവർക്ക് കിട്ടേണ്ട പണി കിട്ടേണ്ടത്. ഞാൻ ആലോചിച്ചു, ഈ കുട്ടി 2-3 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ, രമേശ് ചെന്നിത്തല സാർ, DGP സാർ ദിയാസനയെ തൂക്കണം, ദിയാസനയെ പരിശോധിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല, സിസ്റ്റത്തെ വരെ അവള് പബ്ലിക്കിലിട്ട്
അവൾ ഫ്രോഡ് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും. അപ്പോൾ ഇത്തരം വെല്ലുവിളികൾ ആളുകൾ കൺഫ്യൂസ് ആവുന്നത് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തോ ഉണ്ട്, ഒന്നുമില്ല. കാര്യം റസൂൽ പൂക്കുട്ടി സജന എന്ന് പറയുന്ന ഫാക്റ്റ് ആയിട്ടുള്ള ആ വിഷയത്തെ മറയ്ക്കുക. അതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഞാൻ പൊതുസമൂഹത്തിൽ വന്ന് പറയുമെന്ന് പറഞ്ഞു. ഇനി ഒരുപാട് തെളിവുകളുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് ആളുകളൊക്കെ വളരെ വലിയ രീതിയിൽ അത് ചർച്ചയാകുന്ന വിഷയങ്ങളാണ് അറിഞ്ഞത്. കാരണം അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത്. അതാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെയും ടെസ്റ്റ് ചെയ്യും, ഇവരെയും ടെസ്റ്റ് ചെയ്യും, നീ എന്നാണ് ടെസ്റ്റ് ചെയ്തത്, മറ്റതാണ് മാങ്ങാത്തൊലിയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഭയങ്കരമായിട്ട്. ഈ ഒരു കാര്യമേ ഉള്ളൂ പുള്ളിക്കാരിക്ക് പറയാനായിട്ട് ഈ ദിയാസനയുടെ കാര്യം. ദിയാസനയുടെ വിഷയം ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായിപ്പോയി. അന്നേരം പൂക്കുറ്റിയൊക്കെ അങ്ങ് മാറിയിരുന്നു. ആ ഒരു വിഷയമൊക്കെ അവിടെ കെട്ടടങ്ങി. അതുകൊണ്ടാണ് ഈ ദിയാസന എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെയാണ്. എനിക്കൊന്ന് ഇവർ കൂടുതലും വന്ന് ഒരുപാട് അങ്ങോട്ട് പ്രശ്നം സംസാരിക്കുന്നതിൻ്റെ കാര്യം എനിക്കൊന്ന് ദിയാസന ഇത് ഇവർ സംസാരിക്കും തോറും ഇത് പിന്നെയും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർ ഞാൻ എന്തായാലും പറയുകയും ചെയ്തു, ദിയാസന ഇങ്ങനൊരു ദിയാസനയല്ല ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു ദിയാസന എനിക്ക് അറിയത്തില്ല. കാര്യം ഇവർ ഭയങ്കര സോഫ്റ്റായിട്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് കൂടുതൽ എല്ലാവർക്കും കൂടെ ഒരു ഡൗട്ട് തോന്നിയത്. കാര്യം പുള്ളിക്കാരി എന്താണ് ഇത്ര അത് ഈ സജന പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ദിയാസന പ്രതികരിച്ച് എങ്ങനെ നിങ്ങൾ കണ്ടല്ലോ, അങ്ങനെയാണോ ദിയാസന പ്രതികരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഫിറോസ് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഈ പറയുന്ന കാര്യത്തിൽ സത്യങ്ങളില്ല, നീ ദിയാസനയോടാണ് കളിക്കുന്നത്, ദിയാസനയൊക്കെ ആരാന്നോ എന്നാന്നുള്ളത് നിനക്ക് നല്ലപോലെ അറിയാം, അവരൊക്കെ നേരെ ഇങ്ങനെ ഒരു പ്രശ്നം എടുത്തിട്ടാൽ അവരതിൻ്റെ അങ്ങേ അറ്റം വരെ പോകുന്നവരാണ് എന്നൊക്കെ ഫിറോസിൻ്റെ വോയിസൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് എല്ലാവരും ഇവരെ സംശയിച്ചത്. ഇവരെന്തുകൊണ്ട് ഇത് മൗനമായിട്ടിരിക്കുന്നു, ഇവർ മിണ്ടാതിരിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ? ഈ സജന വീണ്ടും വന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇവരെ ടെസ്റ്റ് ചെയ്യുക, എന്നെ ടെസ്റ്റ് ചെയ്യുക, ഞാനും വരാം, നമുക്ക് ഒന്നിച്ച് പോകാം, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നിൻ്റെ ഈ ഒരു കേസ് ഞാൻ അങ്ങ് അവസാനം വരെ ഞാൻ ഇത് കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭീഷണിയാണ്. അന്നേരം അതൊക്കെ കാണുമ്പോൾ നമ്മളും വിചാരിക്കും ഇതിൽ എന്നതിലൊക്കെ സത്യങ്ങളുണ്ടായിരിക്കും എന്ന് വിചാരിക്കും. ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യാതെ ക്രൂശിക്കപ്പെടുത്തുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിക്കുക. അതിൽ എപ്പോഴെങ്കിലും തിരിച്ചടി സത്യങ്ങൾ പുറത്ത് വരാതിരിക്കത്തില്ല. എപ്പോഴെങ്കിലും ഇതിൻ്റെ സത്യങ്ങൾ പുറത്ത് വരുമ്പോഴത്തേക്കായിരിക്കും. പിന്നെ ഇവരെ ഇത്രയും ദിവസം ഈ പറഞ്ഞ് മോശക്കാരി ആക്കിയതൊന്നും ഇതിൻ്റെ സത്യങ്ങൾ ഇനിയിപ്പോൾ ഇവരിങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് വന്നാൽ പോലും അത് ഒരിക്കലും പുറത്തോട്ട് അങ്ങനെ വലിയ ശബ്ദം ഉയർത്തി വരത്തില്ല. പിന്നെ റിയാക്ഷൻ വീഡിയോക്കാർ അങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് അവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കത്തേ ഉള്ളൂ. അത് ആരും പറയത്തില്ല. പിന്നീട് എപ്പോഴും പറയും പണ്ട് സജിന അങ്ങനെ പറഞ്ഞാൽ ഇവരെ പറ്റി എന്നൊരു മൈൻഡിലുള്ള വർത്തമാനമേ വരുള്ളൂ. അതുപോലെ തന്നെ ഇവരെ രാത്രി വിളിച്ച് ഭീഷണിപ്പെടുത്തുക, ഇവരെ ഓരോന്നും പറയുക, ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ താമസിക്കുന്നവരോട് വിളിച്ച് ഈ ദിയ താമസിക്കുന്ന ഫ്ലാറ്റ് എത്രാമത്തെ നമ്പരാണെന്നും അതുപോലെ തന്നെ ആ റൂം എത്ര ഉണ്ടെന്നും അവിടെ ആരൊക്കെ ഉള്ളതെന്നും ഇങ്ങനെ പല ചോദ്യങ്ങളും ഇവരെ പറ്റി അന്വേഷിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ഭയവുമുണ്ട്. ഇത്രയും സ്ട്രോങ് എന്ന് പറഞ്ഞാലും ഇവരൊറ്റയ്ക്കല്ലല്ലോ, ഇവരുടെ ഫാമിലി ഇല്ലേ കൂടെ. അപ്പോൾ അവരും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ദിയാക്ക് എന്നതാ പണി, ഇവർക്ക് എവിടെ നിന്നാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അത് അവർ തന്നെ ഒന്നിച്ച് അവർ ഇൻ്റർവ്യൂവിലും അതുപോലെ തന്നെ അവരുടെ ലൈവിലും ഒക്കെ ഒന്നിച്ച് പറയുന്നുണ്ട്. അവർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണെന്ന് പറയുന്നുണ്ട്. അവർ കന്നഡ പടത്തിനും ഒക്കെ വേണ്ടി അവർ ഡബ്ബ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതാണ് അവരുടെ ഒരു വരുമാന മാർഗ്ഗം. പിന്നെ അവർ ചെയ്യുന്നത് സ്ഥലക്കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്താണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഇവർക്കൊരു ഡബ് ചെയ്യാനോ അങ്ങനെയുള്ള ഒന്നും ഇവർക്ക് പോകാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കും പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തിനും നമുക്കൊന്ന് ഇറങ്ങി പോകാൻ തോന്നത്തില്ല. നമ്മൾ ആകപ്പാടെ മൂടപ്പൈപ്പ് പോകും. കാര്യം എന്നു വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ് ഇങ്ങനെ വന്നൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഇവരിങ്ങനെ ഒരു മോശം വ്യക്തിയാണ് എന്നും പറഞ്ഞ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്രയാണേലും അത് അവരുടെ തൊഴിലിനെ വരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ വർക്കും കാര്യങ്ങളും ഒക്കെ കുറയും. കാര്യം പിന്നീടാണ് സത്യം എന്നാന്നുള്ളത് തെളിയുന്നത്. അതുകൊണ്ട് അങ്ങനെ അന്നേരം കുറേ ഫ്രണ്ട്സൊക്കെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ തൊഴിൽ ചെയ്തവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ച കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. ഇവർക്ക് എന്നതാണ് പരിപാടി, ഇവർക്ക് എവിടെ നിന്നാണ് പൈസ വരുന്നത്? അത് ഈ സജിന തന്നെയാണ് കേട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടത്. ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ വരുന്നത്, ഇവർ എന്നാ ജോലിയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുന്നത്. ആ ലൈവിൽ തന്നെ കാണണം കേട്ടോ. ഒത്തിരി വൃത്തികെട്ട കമൻറ്റുകൾ ഒരുമാതിരി മനഃപൂർവ്വം ഇവരെ മോശക്കാരി ആക്കാൻ വേണ്ടി വന്നിരുന്ന പോലെ കമൻറ്റുകൾ ഇടുന്നുണ്ടായിരുന്നു ആ ഒരു ലൈവിൽ. അതാ പറഞ്ഞ് ഇതിൻ്റെ പിന്നിൽ കുറേയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും കുറേയൊക്കെ കള്ളങ്ങളും ഒക്കെ ആയിട്ട് കുറേ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നത് അവരങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ വരട്ടെ, തെളിയട്ടെ. തെളിഞ്ഞതിന് ശേഷം നമുക്ക് അവരെ കുറ്റക്കാരി എന്ന് പറയാം. അതുവരെ നമുക്ക് അവരെ കുറ്റക്കാരി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ വന്ന് അവർ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരെ കുറ്റക്കാരി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അവരെ കുറ്റക്കാരി എന്ന് പറയാൻ പറ്റില്ല. സജിനയുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ തെളിവ് സഹിതമാണ് എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ട് നിൽക്കുന്നത്. ഏതൊരു കാര്യങ്ങളും അവർ പറഞ്ഞേക്കുന്നതാണെങ്കിലും പുറത്തൊരാൾ പറഞ്ഞേക്കുന്നതാണെങ്കിലും എല്ലാം അവരുടെ തെളിവ് അവർ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ നിന്ന് അവർ തന്നെ തെളിവെല്ലാം പുറത്തോട്ടിട്ട് തരുന്നുണ്ട്. നമുക്കതിന് ചുമ്മാ തോണ്ടി എടുക്കേണ്ട മെനക്കേട് മാത്രമേ ഉള്ളൂ. അതേസമയം മറ്റുള്ളവരിടുമ്പോൾ അവരെ തെളിവ് സഹിതം വെച്ചാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇതാണ് ഓരോ കാര്യങ്ങൾ. പണ്ട് അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെയാണ് സജിനയുടെ ലാസ്റ്റ് വരാൻ പോകുന്നത്. ഇവരിപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇവർക്ക് പുറത്ത് വിടാനും പറ്റത്തില്ല. കാര്യം ഇത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചില കാര്യങ്ങളൊന്നും പുറത്ത് വിടാനും പറ്റത്തില്ല. എന്താണെങ്കിലും ദിയയുടെ സ്വഭാവമാണ്. സഹിയായിട്ട് കഴിയുമ്പോൾ ദിയ എല്ലാം എടുത്ത് പുറത്തിടുകയും ചെയ്യും. സജിന വീണ്ടും ഇതിൻ്റെ അപ്പുറത്ത് നാറുകയും ചെയ്യും. പിന്നെ സജിനയ്ക്ക് ഒരു പിടിവള്ളി ഉണ്ടായെന്ന് വരത്തില്ല ഒരു കാര്യത്തിൽ.
എന്നാലും കുറേ ദിവസം കൊണ്ട് മെഗാ സീരിയൽ മാതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർ പറയുന്ന പല കാര്യങ്ങളും ജെനുവിനാണെന്ന് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോന്നുന്നതുകൊണ്ടാണ് ഞാനും ഇവരെ ഒരു നിമിഷം സംശയിച്ചിട്ടുണ്ട്. കാര്യം ഇവരിത് പറയുന്നത് സത്യമാണോ, ഇവർക്ക് ഇനി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ എന്ന്. പിന്നെ ഈ സജിന തെളിവൊന്നും തരാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കുറച്ച് സംശയം പോലെ നിന്നത്. കാര്യം എല്ലാ റെക്കോർഡ് ചെയ്യുന്ന സജിന ഇവരുടെ വോയിസോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല. അവർ പറയുന്നതേ ഉള്ളൂ മൊത്തം. അപ്പം ഇവർ വന്ന് ഓരോ കാര്യങ്ങളും പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അവരെന്നെ ജോലി ചെയ്യും. ഞാനും അതിനെ ചിന്തിച്ച് ഇവർക്ക് എന്നതാണ് ജോലി എന്നൊക്കെ. അവരവരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം ലൈവിലും ഈ നാദരായിട്ടുള്ള ഇൻ്റർവ്യൂവിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യാതെ ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഈ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ചാനലിനകത്ത് ഞാൻ ഏത് കാര്യം പറഞ്ഞാലും അതിൻ്റെ തെളിവ് വെച്ചതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. തെളിവില്ലാതെ ഞാൻ ചുമ്മാ ഒന്നിരുന്ന് പറയാറില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി. കാര്യം നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യാതെ, നമ്മളെയാണെങ്കിൽ പോലും നമ്മൾ തെറ്റ് ചെയ്യാതെ മറ്റുള്ളവർ കുരിശിൽ കയറ്റുമ്പോഴത്തേക്ക് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെയൊക്കെയുള്ള ഇപ്പം സോഷ്യൽ മീഡിയ തന്നെയല്ല, അല്ലാതാണെങ്കിലും തെറ്റ് ചെയ്യാതെ നമ്മളെ തെറ്റുകാരാക്കി ഒരുമാതിരി മോശക്കാരാക്കി കഴിയുമ്പോഴത്തേക്ക് ആ നിമിഷം നമ്മൾ പറയുന്ന ആരും വിശ്വസിക്കാനും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഈ വീഡിയോ എടുത്തൊന്ന് റിയാക്ട് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.